ജലദോഷം, ഛർദി, വയറിളക്കം രോഗങ്ങളല്ല. വിഷാംശങ്ങൾ കെട്ടിക്കിടന്ന് രോഗമായി മാറാതിരിക്കാൻ വേണ്ടി, ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ശരീരം നടത്തുന്ന സ്വയം രക്ഷാപ്രവർത്തനമാണ്. അതിനെ തടയരുത്, അതിനെ സഹായിച്ചു കൊടുക്കണം. അത് കൂട്ടിക്കൊടുക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കണം. പിന്നെയുള്ളത് പനിയാണ്. പനിക്ക് ചികിത്സിച്ചാണ് നമ്മൾ RCC ഉണ്ടാക്കിയെടുത്തത്. പനിക്ക് ചികിത്സിച്ചാണ് നമുക്കൊരു ക്യാൻസർ ദൈവം കേരളത്തിലുണ്ടായത്. പനി ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനമാണ്, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനമാണ് പനി. പനി ഉണ്ടാക്കുന്നത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റമാണ്. ഹൈപ്പോതലാമസ് ഗ്ലാൻഡ് ചൂട് കൂട്ടിക്കൊടുക്കുന്നത് വിവേകത്തോടെയാണ്. ആ ചൂട് കൂട്ടിക്കൊടുക്കേണ്ടത് ആവശ്യമുള്ളത് കൊണ്ടാണ്. ആ ആവശ്യം കഴിഞ്ഞാൽ അത് പിൻവലിക്കും. 3 മിനിറ്റ് കൊണ്ട് 30 ഗുളിക കൊടുത്താലല്ലാണ്ട് അമ്മമാർക്ക് തൃപ്തിയാകുമോ? നമ്മുടെ നാട്ടിൽ ആശുപത്രി കൊണ്ടുവന്നാൽ 3 മിനിറ്റ് കൊണ്ട് 3 കുത്തു കിട്ടും. ഇത് കിരാതമായ അലോപ്പതി കൊടും പാതകമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചികിത്സകളിൽ നല്ലൊരു പങ്കും. ഇവിടെ നമ്മൾ കിട്ടുന്ന ഓടിച്ചെന്നാൽ കിട്ടുന്ന ഒരു ചികിത്സയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ചെന്നാൽ തരില്ല. അവർ കൃത്യമായി പരിശോധിച്ച് സ്കാനിങ് എടുക്കണമെങ്കിൽ എടുത്ത് രോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ലാതെ ഒരു ചികിത്സയും ചെയ്യില്ല. രോഗി വേദന കൊണ്ട് പൊളഞ്ഞ് നിങ്ങൾ ആംബുലൻസ് പിടിച്ച് കൊണ്ടുവന്നിരിക്കുകയായിരിക്കും, തുടങ്ങൂല ചികിത്സ. ബ്രിട്ടനിൽ അങ്ങനെ ചെയ്യില്ല, അമേരിക്ക ചെയ്യും. അമേരിക്ക ചെന്ന വഴി തന്നെ കിട്ടിയാലേ എത്രത്തോളം മരുന്നുകൾ വിൽക്കാൻ പറ്റും, സർജറി വിൽക്കാൻ പറ്റും, സ്കാനിങ്ങുകൾ വിൽക്കാൻ പറ്റും. ആ പരീക്ഷണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്തിനാണ് നമ്മുടെ സ്വാഗത പ്രാസംഗികൻ സദാശിവൻ സാറ് പറഞ്ഞതുപോലെ ഈ വിദേശ കുത്തകൾ കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്തത് എന്തുകൊണ്ടാണ്? എന്താ കാര്യം? എന്താ? കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്ത്യയുടെ വെറും എത്ര ശതമാനമുണ്ട്? 3%. ഇന്ത്യയിൽ വിൽക്കുന്ന മരുന്നിൻ്റെ 25% തിന്നു തീർക്കുന്നത് നമ്മൾ കേരളീയരാണ്. എല്ലാത്തിലും നമ്മൾ മുന്നിൽ നിൽക്കണമല്ലോ. ഏറ്റവും കൂടുതൽ അവയവമാറ്റ ശസ്ത്രക്രിയ ഭ്രാന്തായിട്ട് നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത്, പ്രമേഹ രോഗികളുള്ളത്, BP രോഗികളുള്ളത്, സകലരും മരുന്ന് കഴിക്കുന്നത്. അങ്ങ് ഈ സഖിയനപ്പുറം കടന്ന് തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡോങ്കിപ്പനിയുണ്ടോ, നിപ്പയുണ്ടോ? കപ്പയുണ്ട്, നിപ്പയില്ല. എന്താ ഇത്ര വ്യത്യാസം? ഈ തമിഴ്നാടും കേരളവും തമ്മിൽ ഇങ്ങനെ രോഗത്തിൻ്റെ വ്യത്യാസം എന്താണ്? അണുക്കൾ പക്ഷപാതം കാണിക്കുന്നതാ? ഈ വിദേശ കുത്തകൾ വരുന്നത് സകലർക്കും അവർ കുറേ നുണയുടെ വാക്പാപം കൊടുത്തു, കോവിഡ് വാക്സിൻ കൊടുത്തു. കുറേ പേര് നടക്കണ വഴി കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതും ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുള്ള ജിമ്മിൽ പോകുന്നവർ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. നീന്തൽ താരങ്ങൾ നീന്തൽ കുളത്തിൽ വീണ് മരിക്കുന്നു. അത് ഉടനടിയുള്ള ഓരോ കൊല്ലവും കൂടി വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, 5 കൊല്ലം കൊണ്ട് എവിടെ എത്തും, 6 കൊല്ലം കൊണ്ട് ഏത് രോഗമൊക്കെ വരും, ഇതൊക്കെ കൃത്യമായിട്ട് അവർ പഠിച്ച് പെട്ടെന്നുണ്ടാക്കിയ വാക്സിൻ അല്ല ഇത്. കോവിഡിൻ്റെ എമർജൻസി ടൈമിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തന്ന വാക്സിൻ അല്ല. വളരെ സമയമെടുത്ത് ബിൽഗേറ്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പഠിച്ചാൽ മതി. 2019 ഡിസംബറിലാണ് നമ്മുടെ നാട്ടിൽ കോവിഡ് ലോകത്ത് എഴുന്നള്ളി തുടങ്ങിയത്. 2019 ഒക്ടോബറിൽ 2 മാസം മുമ്പ് ഈ യൂട്യൂബ് എടുത്ത് ഈവൻ്റ് 201 നോക്കുക. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയും ബിൽഗേറ്റ്സിൻ്റെ മെലിൻഡ ഫൗണ്ടേഷനും വേൾഡ് എക്കണോമിക് ഫോറവും കൂടെ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തിയിട്ട് ഒരു പകർച്ചവ്യാധി ഉടനെ വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ എന്തെല്ലാം പ്രിക്കോഷൻസ് ലോകം എടുക്കണം? മാസ്ക് വെക്കണം, ഐസൊലേഷൻ വേണം, ക്വാറന്റൈൻ ചെയ്യണം, ലോക്ക്ഡൗൺ വേണം. ഇത് മുഴുവൻ പ്ലാൻ ചെയ്തു 2 മാസം മുമ്പ്. എങ്ങനെയാണ് ബിൽഗേറ്റ്സിന്? നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങൾ ഈവൻ്റ് 201 യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നോക്ക്. എന്നിട്ട് കോവിഡ് ലോകത്ത് വരുന്നതിന് 2 മാസം മുമ്പ് ഇവരിതെല്ലാം ആസൂത്രണം ചെയ്ത് ലോകരാജ്യങ്ങളെ മുഴുവൻ അറിയിച്ച് ഭരണകൂടങ്ങളെ നിയന്ത്രണം അറിയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞാൻ അന്നത്തത് കൊണ്ട് സൂചി കൊണ്ട് തുന്നി കൂട്ടിയിട്ട് പിന്നെ ഒരക്ഷരം മിണ്ടാണ്ട് നടന്നോളാം.
പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് മിണ്ടുകയില്ല. നമ്മളൊക്കെ കിണറ്റി കിടക്കുന്ന തവളകളാണ്. ബിൽഗേറ്റ്സിൻ്റെയും ടെറ്റ്യൂണറുടെയും റോത്ത്ചൈൽഡിൻ്റെയും കളിപ്പാവകൾ മാത്രമാണ്. അവരുടെ കയ്യിലേക്ക് വരേണ്ട പണം ചെതറിച്ച് കളയുന്ന ദരിദ്രവാസികൾ. അവർ ഈ ലോകത്തെ ദരിദ്രവാസികളോടൊരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സമ്പത്ത്, ഒരു ദിവസം ഇന്ത്യയിൽ ഉണ്ടാകുന്ന സമ്പത്ത് എത്ര കോടിയായിരിക്കും? ഒരു ദിവസം ഇന്ത്യയിൽ വരുന്ന പണത്തിൻ്റെ അളവ് എത്രയാണ്? കണക്കുണ്ട്, നമുക്ക് കൂട്ടാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു ദിവസം 1000-ഓ 10,000-ഓ അങ്ങനെയൊക്കെയാണെന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ കോളനിയിൽ 100 വീടുകളുണ്ട്. 100 വീട്ടുകാർക്ക് കൂടിയുള്ള വരുമാനം എത്രയായിരിക്കും? 1000 × 100. അപ്പോൾ നമ്മുടെ വാർഡിന് എത്രയായിരിക്കും? 1000 × 10,000 അല്ലെങ്കിൽ 20,000. നമ്മുടെ പഞ്ചായത്തിന് എത്രയായിരിക്കും? കേരളത്തിൻ്റെ വരുമാനം ഒരു ദിവസം, ഇന്ത്യയുടെ വരുമാനം. ഈ വരുമാനം 140 കോടി ആളുകളിലേക്ക് ചെതറിപ്പോകുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കുറേ എണ്ണ 500 രൂപയ്ക്ക് ബിവറേജസിന് മുമ്പിൽ പോയി ക്യൂ നിൽക്കും. പിന്നെ പച്ചക്കറി കുറച്ച് മേടിച്ച് കഞ്ഞി വെച്ച് കുടിച്ച് കിടന്നുറങ്ങും. അതേസമയം ഈ 140 കോടി ആളുകളിലേക്ക് ചെതറിപ്പോവാതെ അത് 40 കോടി ആളുകളെ ഉള്ളൂ ഇന്ത്യയിൽ. 40 കോടി ആളുകൾക്കാണ് കിട്ടുന്നതെങ്കിലോ ഓരോരുത്തർക്കും 2-3 കാറൊക്കെ വാങ്ങി ഓരോ വീട്ടിലും സ്വിമ്മിംഗ് പൂളൊക്കെ പണിത് അതിൽ ബിൽഗേറ്റ്സിന് താല്പര്യമുണ്ട്. കമ്പ്യൂട്ടറുകൾ, ഓരോയുള്ള ഗാഡ്ജറ്റ്സ് മുഴുവൻ വാങ്ങി അതിൽ ടെറ്റ്യൂണർക്ക് താല്പര്യമുണ്ട്. അതല്ലാതെ കഞ്ഞി കുടിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് കഞ്ഞിയും ചാരായവും കുടിച്ച് നടക്കുന്ന ദരിദ്രവാസികളിൽ അവർക്ക് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് ലോകത്തെ ഈ രീതിയിൽ പ്രൂൺ ചെയ്യാനാണ് അവരുടെ തീരുമാനം. അതിൻ്റെ ഒരു ഭാഗമാണ് കോവിഡ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ NSSM 200 എന്താണെന്ന് നെറ്റിലൊന്ന് നോക്കണം. NSS 200, നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡി മെമ്മോറാണ്ടം 200. ലോക ജനസംഖ്യ കുറയ്ക്കാൻ 1974 അമേരിക്ക നിയോഗിച്ച കമ്മീഷനാണ് നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡി മെമ്മോറാണ്ടം 200. റോക്ക്ഫെല്ലർ ആയിരുന്നു ചെയർമാൻ. അവരുടെ നിർദ്ദേശമാണ് കുടുംബാസൂത്രണം ഉടനടി നടപ്പിലാക്കണം, സ്ത്രീകൾക്കും തൊഴിൽ കൊടുക്കണം. അതിനു മുമ്പ് സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരുന്ന് 8ഉം 10ഉം ഒക്കെ പ്രസവിക്കും. ഇപ്പോഴോ സ്ത്രീകൾക്കും കൂടി തൊഴിൽ കിട്ടിയപ്പോൾ 1ഓ 2ഓ അതിൽ കൂടുതൽ ഒരു കുഞ്ഞ് ജനിച്ച 2 കൊല്ലമെങ്കിലും സാധിക്കാത്തൊരു അന്തരീക്ഷം, സോഷ്യൽ സിറ്റുവേഷൻ അവരുണ്ടാക്കി എന്നുള്ളതാണ്. നല്ലതാണോ ഇല്ല വേറൊരു കാര്യമാണ്.